സിനിമയിൽ തന്നെ ഒരുപാട് നാടക നടന്മാര് ഉണ്ടല്ലോ. അപ്പോ ഉം. അവരായിട്ടൊക്കെ ഉള്ള ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു? സംസാരിക്കുമ്പോഴും? എനിക്ക് സിനിമയിൽ ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള നാടകക്കാർ സിനിമയിൽ ഇപ്പോൾ പപ്പുവേട്ടനായാലും ആ. കുഞ്ഞാണ്ടിയേട്ടനായിട്ട് കുഞ്ഞാണ്ടിയേട്ടൻ കുഞ്ഞാണ്ടിയേട്ടൻ ഞാനിവിടെ ഒന്നിച്ച് അഭിനയിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കുഞ്ഞാണ്ടിയേട്ടൻ, പപ്പുവേട്ടൻ, നെല്ലിക്കോട് വാസു ഇവരൊക്കെ നാടകത്തിൽ നിന്നാണ്. അതേപോലെ തന്നെയാണ് തിലകൻ ചേട്ടൻ, അതുപോലെ മുരളിയേട്ടൻ, അങ്ങനെയൊക്കെയുള്ള നെടുമുടി വേണു. അപ്പോൾ ഇവരൊക്കെ അപ്പോൾ ഒന്നും വേണ്ട, കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാഘവൻ NN പിള്ള സാറിൻ്റെ മകനാണ്, ഒരു നാടകക്കാരാണ്. അപ്പോൾ അതിൽ ഓർക്കൊരു പ്രത്യേക എന്താ പറയുക, അപ്പോൾ കുട്ടേട്ടനൊക്കെ എപ്പം നോക്കിയാലും നാടകത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കും. അപ്പോൾ തിലകൻ ചേട്ടന് നാടകം എന്നൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ അപ്പോൾ തിലകൻ ചേട്ടനായിട്ട് കുറേ സിനിമയിൽ ഞാൻ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നടക്കാതെ കുറച്ച് ഷൂട്ട് ചെയ്ത് പോയൊരു സിനിമ ഉണ്ട്, ലവചരിതം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു തട്ടിക്കൂട്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അയാൾ നിന്നും പോയി. അപ്പോൾ അതിൽ ഇങ്ങനെ ക്യാരക്ടറൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി അഭിനയിക്കാൻ വേണ്ടി ഇരിക്കുമ്പം തിലകൻ ചേട്ടൻ തിലകൻ ചേട്ടൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. തിലകൻ ചേട്ടൻ ഒരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്ത് നമ്മളെയും കൂടി പഠിപ്പിക്കും. നീ അതങ്ങനെ ചെയ്തു നോക്ക്, ഇങ്ങനെ ചെയ്തു നോക്കുക, അതിൻ്റെ ഒരു മോഡുലേഷൻ ഈ രീതിയിലല്ല ഡയലോഗ് പറയുമ്പോൾ അങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പഠിപ്പിച്ചു തരും. പക്ഷെ ചിലപ്പോഴത് നമുക്ക് പാരയായിട്ട് മാറും. നമ്മളെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ചിലപ്പോൾ അതങ്ങനെ ഇതാവും. അതേപോലെ മുരളിച്ചേട്ടന് എൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ദുർഗ എന്ന് പറഞ്ഞ സീരിയലിലാണ് ഫസ്റ്റിലെ മുരളിയേട്ടൻ അഭിനയിക്കുന്നത്. പിന്നെ സിനിമയിൽ ഞാൻ ചെയ്തിട്ടില്ല മുരളിയേട്ടൻ്റെ കൂടെ. അപ്പോഴേ മുരളിയേട്ടൻ ഞാനൊക്കെ വന്നതിൻ്റെ മുമ്പ് തന്നെ മൂപ്പര് മരിച്ചിട്ടുണ്ട് തോന്നുന്നു. മരിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷെ സീരിയൽ ഞാൻ അഭിനയിച്ചു, ദുർഗ എന്ന് പറഞ്ഞ സീരിയലിൽ. അപ്പോൾ മുരളിയേട്ടനൊക്കെ അവർക്കൊക്കെ നാടകം തന്നിരിക്കുക, എന്നാലും ഒരു പക്കാ നാടകക്കാരായിട്ട് തോന്നുകയില്ല. നാടകം തന്നൊരു കരുത്തുണ്ട് അവർക്ക്, ക്യാരക്ടറൈസേഷൻ, അവരൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് അങ്ങനെ അതൊക്കെ നമുക്ക് നോക്കി പഠിക്കാവുന്നൊരു സാധനങ്ങളാണ്. അപ്പോൾ മുരളിയേട്ടൻ ചെയ്തിട്ടുള്ള ഇപ്പോൾ കാണാക്കിനാവ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, അതിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ്, അതേപോലെ ആധാരം എന്ന് പറഞ്ഞ സിനിമയിലുള്ള അങ്ങനെയൊക്കെ ഉള്ള പുള്ളിയുടെ കുറച്ച് റഫായിട്ടുള്ള, അതേപോലെയാണ് മറ്റേ അമരത്തിലെ കഥാപാത്രം, അതൊക്കെ അവര് അതേപോലെ തന്നെ തിലകൻ ചേട്ടൻ ക്യാരക്ടർ അവരെ മോൾഡ് ചെയ്ത് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു അവരെ വളരെ സഹായിച്ചിട്ടുള്ള അവരുടെ ഒരു നാടക എക്സ്പീരിയൻസ്. ഇപ്പോഴ് എന്നെയും ഒരുപാട് നാടകത്തിൽ എക്സ്പീരിയൻസ് സഹായിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഒരുപാട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അഹങ്കാരം പറയല്ല കേട്ടോ, ഒരുപാട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. 2 പ്രാവശ്യം ഡയലോഗ് വായിക്കുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ മോഡുലേഷനും ഒക്കെ ഏകദേശം പിടുത്തം കിട്ടും. അത് നാടകം തന്നിട്ടുള്ള വലിയൊരു ടാലൻ്റാണ്. അപ്പം അങ്ങനെ കുറേ എന്നാൽ പക്കാ നാടകക്കാരായി പോയിട്ടുള്ള സിനിമാ നടന്മാരുമുണ്ട്, നാടകം മാറാതെ അവസാന കാലം വരെ. പണ്ടുള്ള നമ്മൾ ഒന്നുമില്ല, നമ്മൾ പഴയ സിനിമയും ഇപ്പോഴത്തെ സിനിമയും തമ്മിൽ ആക്കിയാൽ തന്നെ നമ്മളുടെ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് പോകും. മറ്റേ കുറച്ചുകൂടി ഭയങ്കരമായിട്ട് പെണ്ണുങ്ങളൊക്കെ അഭിനയിക്കുന്ന സംഭവത്തിൽ ഞാൻ കള്ളിയല്ല, അങ്ങനെ കളിയാക്കല്ല കേട്ടോ, പക്ഷെ അങ്ങനെ വന്നിട്ടുള്ള മറ്റേതിലൊക്കെ ഭയങ്കരമായിട്ട് ബലം പിടിച്ചിട്ടുള്ള ഒരു, പക്ഷെ എപ്പോഴും അങ്ങനെയല്ല, അഭിനയിക്കാനേ പാടില്ല എന്നാ പറയുമ്പോൾ. കാരണം ചേട്ടാ റേഞ്ച് മാറിപ്പോണ്ട് കേട്ടോ, ഒന്ന് കുറച്ചാളെന്ന് പറയും. അപ്പൊ അങ്ങനെ മാറി. പണ്ടുള്ളത് ഡയറക്റ്റായിട്ട് നാടകം തന്നെ സിനിമയാക്കി ഷൂട്ട് ചെയ്ത് ചെയ്യാന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അതല്ല, അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പം അങ്ങനെ നിന്നാലേ സിനിമ വിജയിക്കുള്ളൂ എന്നുള്ളതാണ്.